എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ജനുവരി 1-ാം തീയതിത്തെ വ്ളോഗ് കഴിഞ്ഞ ശനിയാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ തിങ്കളാഴ്ചയാണ് അടുത്ത വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാനിടുന്ന വീഡിയോ ശനിയാഴ്ചയും ഞായറാഴ്ചയും കൂടി ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കാണുന്നത് ശനിയാഴ്ച രാവിലെയാണ്. നമ്മളോരോ ജോലികളൊക്കെ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരം വെളുത്ത് വരുന്നേള്ളി ഇരുട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തുണികൾ വാഷ് ചെയ്യാനുള്ളത് ഇപ്പോൾ നമുക്ക് ആളെണ്ണം കുറവായതുകൊണ്ട് നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യൽ ഒന്നരാടം ചെയ്താൽ മതി. എങ്കിലും ഇന്നിപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റി അവിടെ കിടക്കുന്നത് എടുത്ത് ഓരോന്നോരോന്നേ വാഷ് ചെയ്യണമുണ്ട്. ഇന്നിപ്പോൾ 2 വാഷിംഗ് ഉണ്ട്. പിന്നെ രാവിലെ തന്നെ പപ്പനെ വിട്ടിട്ട് ഒരു ഇത്തിരി മീൻ എവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിക്കാൻ പറഞ്ഞ് അങ്ങനെ നല്ല പച്ച അയിലയും ചെമ്മീനോ കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ബീഫ് മാത്രമായിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, കൂട്ടത്തിൽ ഇടയ്ക്ക് ചിക്കൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ ഇത്തിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ പപ്പ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറി വേഗം തന്നെ വെച്ച് ഇവിടെ സവാള എല്ലാം തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ പപ്പയുടെ അടുത്ത് സവാളയൊക്കെ മേടിച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ചെമ്മീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആ മീൻ കറി ഉണ്ടാക്കി. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറിയ ഉള്ളി മതിയല്ല മീൻ കറിക്ക്. പക്ഷേ സവാള ഇത് ചെമ്മീൻ്റെ പരിപാടിക്ക് എനിക്ക് സവാള വേണം. അപ്പോൾ അതുകൊണ്ട് അതവിടെ മാറ്റി വെച്ച് പിന്നെ നമ്മൾ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മീൻ കറിയും കൂട്ടിയിട്ടാണ് നമ്മൾ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയ രീതിക്കൊന്ന് ചുളിവ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ കഴിഞ്ഞ ദിവസം കാണിച്ച അഗാറോടെ ആ ഒരു ഗാർമെൻറ്റ് സ്റ്റീമർ എടുത്ത് യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു മടിയാണ് എല്ലാവർക്കും, തേപ്പൊട്ടി എടുത്ത് തേക്കാനൊക്കെ ഒരു മടിയാണ് കേട്ടോ. ഇപ്പോൾ ഓടി വന്നിട്ട് ഈ സംഭവം വെച്ചിട്ടാണ് വേഗം ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരൊന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ഇല്ലേ, ഈ ഒരു പെർഫ്യൂം ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയോ? ഇത് റയൻ കുറേ ദിവസം മുൻപ്, അതായത് അവന് മെഡിക്കലൊക്കെ കഴിഞ്ഞില്ലേ, ആ സമയത്ത് പോയിട്ട് മേടിച്ച് വെച്ചതാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഷിപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഞാൻ ഇപ്പോഴാണ് കാണിച്ചതെന്ന് മാത്രം കേട്ടോ. കാരണം അത് നല്ല പെർഫ്യൂമാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട്, എവിടെയോ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. സൂപ്പറാണ്, 3 നല്ല സ്മെല്ലാണ്. അപ്പോൾ അതവനേതായാലും ഇപ്പോൾ പോകുന്നത് കുറച്ച് ലേറ്റായല്ല, അതുകൊണ്ട് അത് പപ്പക്ക് കൊടുത്ത്. പപ്പ പെർഫ്യൂമിൻ്റെ ആളാണ്, എന്തോരം പെർഫ്യൂം കൊടുത്താലും പപ്പക്ക് സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മ, പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമാണ് നമുക്ക്. അത് പറഞ്ഞ പോലെ തന്നെ പപ്പ. അപ്പോൾ പപ്പക്ക് അത് 3 അങ്ങോട്ട് കൊടുത്താണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കറ്റൊക്കെ പോയി. ഞാനത് പാക്കറ്റ് 3 ഇങ്ങനെ ഓരോരോ പാക്കറ്റായിട്ട് ഉള്ളതാണ്, 3 കൂടി ഒരു സെറ്റായിട്ട് വരണത് കോംബോയാണ്. അതൊക്കെ പോയി, കാരണം കുറേ നാളായി അത് മേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സ്മെല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചത്. എനിക്ക് 1.5 മാസം എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അത് മേടിച്ചിട്ട്. അപ്പോൾ സംഭവം കൊള്ളാം. അതിൻ്റെ പേര് നോക്കി വെച്ചോ, ആർക്കെങ്കിലും മേടിക്കണമെങ്കിലൊക്കെ മേടിക്കാം, നല്ലതാണ്. പിന്നെ വില എത്രയെന്നും എനിക്കറിയില്ല കേട്ടോ, വിലയൊന്നും മറന്നുപോയി. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല എത്ര രൂപയാണെന്നൊക്കെ. പിന്നെ നമുക്ക് കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ കാല് വേദന വരില്ലേ. അപ്പം ഇതിപ്പോൾ നമുക്ക് അഗാറോടെ ഈ അഗാരോ എന്നതിനെ പറഞ്ഞ് നിങ്ങൾ ഇത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വിചാരിക്കണ്ട. നമ്മൾ ഡെയിലിയുള്ള കാര്യം കാണിക്കുന്ന കൂട്ടത്തിൽ അഗാറിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞതാണ്, എങ്കിലും അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഇത് മിക്ക ദിവസവും എനിക്ക് റയൻ ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് തരും. റൂബി വിഷമിച്ചിരിക്കുന്ന ഇതാണ്, എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റൂലല്ല, മസാജ് ചെയ്യുന്ന സമയത്ത് അവൾ മാറിയിരിക്കണം, അതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നതാണ് ആൾ. അപ്പോൾ എൻ്റെ കാലിൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ. കാലിലെന്നല്ല, നമുക്ക് പെയിനൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ മസാജ് ചെയ്യാം, നല്ലൊരു സുഖമാണ്. റയനാണെങ്കിൽ ഇത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ പോലും അതുകൊണ്ടിട്ട് മുതുകത്തൊക്കെ വെച്ച് തന്നിട്ട് എനിക്ക് ഒരാവശ്യമില്ല, എനിക്ക് മുതുകത്ത് ഒരു പ്രശ്നമില്ല, എങ്കിലും അവന് എവിടെയെങ്കിലുമൊക്കെ മസാജ് ചെയ്യണം. അപ്പോൾ കാലുവേദനയെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഭയങ്കര മസാജിങ്ങാണ്. റൂബിയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തിരുന്ന് നോക്കും, എങ്ങനെയെങ്കിലും അമ്മയുടെ അടുത്തേക്ക് കയറാനുള്ളൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകുന്നതാണ് പുള്ളിക്കാരത്തി ചുറ്റും നടന്ന് നോക്കണം. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ നിന്നെ കയറ്റണം, പ്രശ്നമില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെ ഇട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ അവൾക്ക് അമ്മ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്, കൂടെ അങ്ങോട്ട് ഇരിക്കാമല്ല. അല്ലെന്നുണ്ടെങ്കിൽ അമ്മ എപ്പോഴും ജോലി ചെയ്ത് ഇങ്ങനെ ഓടി നടക്കണതുകൊണ്ട് അവൾ എൻ്റെ പുറകെ ഓട്ടം തന്നെയാണ്. അപ്പോൾ പതിയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എനിക്ക് സങ്കടം തൊട്ട് ഞാൻ പറഞ്ഞേടാ അവളൊന്ന് കേട്ടടാ പാവോടാ, ഞാനിരിക്കുന്ന സമയത്തല്ലേ അവൾ എൻ്റെ കൂടെ ഇരിക്കുള്ളൂ. അപ്പോൾ അവൾക്ക് അതാണ്, ഞാൻ ഈ ഓടി നടക്കുന്ന സമയത്ത് അവൾക്ക് അമ്മേൻ്റെ കൂടെ ഇരിക്കാൻ പറ്റണില്ല. അപ്പോൾ അമ്മ ഇരുന്നപ്പോൾ ഓടി വന്നേക്കണേ. അങ്ങനെ പിന്നെ ഞാൻ കുറേ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കയറ്റിയിട്ടാ. അങ്ങനെ വേഗം ആൾ എൻ്റെ അരികിൽ വന്ന് കിടന്ന്. അപ്പോൾ എൻ്റെ അരികത്തൊക്കെ കിടക്കുമ്പോൾ ഇല്ലേ റയൻ അവക്കും ആ മസാജർ വെച്ച് കൊടുക്കും കേട്ടോ. ആദ്യമൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും പേടിയായിരുന്ന ആൾക്ക്, ഇപ്പം ആൾ നല്ലതായിട്ട് തന്നെ ആസ്വദിച്ച് കിടക്കണേണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാജർ വെച്ച് കൊടുക്കണതൊക്കെ. അപ്പോൾ അതാണ് ഈ ചെയ്യണത്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയാണെങ്കിൽ അമ്മയുടെ അടുത്ത് കിടക്കുകയും ചെയ്യാം, രണ്ടും കൂടി ചേർത്ത് ഹാപ്പി ആയിട്ടാണ് ആളിരിക്കണത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം റെസ്റ്റ് ചെയ്തിട്ടാ ഉച്ചക്ക് കിടന്ന് ഉച്ചക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ വൈകുന്നേരം എഴുന്നേറ്റിട്ടാണ് എൻ്റെ ജോലികളിലേക്ക് ഞാൻ കടന്നത്. പപ്പ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. തക്കാളി, സവാള, പൊട്ടറ്റോയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾ ബിരിയാണിയുടെ കാര്യങ്ങളും കട്ട്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ട് നിങ്ങൾ മടുത്ത് കാണും. എനിക്ക് ഏതായാലും ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ അതായിരുന്നു. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം പിറ്റേ ദിവസം എൻ്റെ ചേച്ചിയും ഫാമിലിയും വരുന്നുണ്ട്. സാധാരണ അവർ ക്രിസ്മസിൻ്റെ ആ ഒരു വീക്ക് തന്നെ വരും, ജനുവരിക്ക് മുന്നേ തന്നെ വരണതാണ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്തവണ അവർക്ക് ഒരുപാട് ഫങ്ഷനുകളും അതുപോലെ ജിത്തുവിനാണെങ്കിൽ ടൂറ്, ഫ്രണ്ട്സിനെ കൂടി വൺ ഡേ ടൂറ് അങ്ങനത്തെയൊക്കെ അങ്ങനെയൊക്കെ കുറേ തിരക്കുകൾ വന്നുകൊണ്ട് അവർക്ക് വരാൻ സാധിച്ചില്ല. അവർ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ക്രിസ്മസും ജനുവരി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വിസിറ്റ് ചെയ്തത്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പപ്പനെ കൊണ്ട് മേടിപ്പിച്ച്, അപ്പോൾ അതെല്ലാം പപ്പ നേരത്തെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാന്നല്ല, സവാളയൊന്നും ഇല്ല, സവാള കിട്ടിയാലേ മറ്റുള്ള പണികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വൈകുന്നേരം ആണ് അടുത്ത ജോലിയിലേക്ക് കടന്നത്, കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം. അപ്പോൾ സവാള നമുക്ക് 2 കാര്യങ്ങൾക്കാണ് വേണ്ടത്. ചെമ്മീൻ കട്ട്ലറ്റും ഉണ്ടാക്കണം, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. അതിന് 2നും സവാള വേണം. അപ്പോൾ ആ സവാള എല്ലാം പൊളിച്ച് ഞാൻ ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് ഇട്ടേക്കണേണ്. ഇനി അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഈ ചെമ്മീൻ ഞാൻ ഒരിത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണേണ് കേട്ടോ. വേവിച്ച് ആ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് വെള്ളം വരും. അതുകൊണ്ട് പിന്നെ വേറെ വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ഒരുപാട് അങ്ങോട്ട് വെന്ത് വല്ലാതെയാവും. അപ്പോൾ ഇതിനകത്ത് ഇത്രയും വെള്ളമുണ്ട്, വെള്ളം ഒഴിക്കാതെ തന്നെ. ആ വെള്ളം ഒന്ന് വറ്റി വരണവരെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അത് ബിരിയാണിക്കും മറ്റേ കട്ട്ലറ്റിനും ഒന്നിച്ചാണ് ചതക്കണത്. അപ്പോൾ ആദ്യം ഇഞ്ചി ഒന്ന് ഒതുക്കി എടുത്തതിന് ശേഷമാണ് അടുത്തതൊന്ന് ഇട്ടത്, പച്ചമുളകും വെളുത്തുള്ളി ഇട്ടത്. എന്നിട്ട് പിന്നെ ഇനി വറുക്കാനുള്ള സവാള വറുത്തിട്ട് നമ്മൾ ചിക്കൻ്റെ ദം ബിരിയാണി വെക്കാനാണ്. അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കലേ ഉള്ളൂ. പിറ്റേ ദിവസം അവർ വരുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി നെയ്യും വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് സവാള ഒന്ന് വറുത്തെടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടൊക്കെ തണുപ്പ് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പച്ചമുളക് ചതച്ചത്, തൈര്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ വറുത്ത സവാള ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഞാൻ വെക്കാനായിട്ട് ആ ഒരു പാത്രം, ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിൽ തന്നെയാണ് മാരിനേറ്റ് ചെയ്ത് വെക്കണത്. അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇതാണ് നമ്മൾ ഒരു രാത്രി ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളത്. അത് ഇനി പിറ്റേന്ന് കുക്ക് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെയൊന്നും ഞാൻ സാധാരണ ചെയ്യാറില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ വെച്ചിട്ട് ചെയ്യാണ് എപ്പോഴും, അങ്ങനെയാണ് ചെയ്യണത്. ഇതിപ്പോൾ എനിക്ക് അതിനൊരു സമയം കിട്ടിയതുകൊണ്ട് ഇന്ന് മൊത്തം രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ ഇരിക്കും. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ പാചകം ചെയ്യാൻ ഇത് പുറത്തേക്ക് എടുക്കുകയുള്ളൂ. പിന്നെ ബാക്കിയുള്ള കുറച്ച് സവാള ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് അതും വേറൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റി. ഇനി പിറ്റേ ദിവസം ഇനിയൊന്നും സവാള വറുത്ത് നേരം കളയണ്ടല്ലോ.
പിന്നെ ഇനി നമ്മുടെ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒന്ന് ചേർത്തിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെമ്മീൻ്റെ അകത്ത് നമ്മൾ പൊടികൾ ഇത്തിരി ചേർത്തിട്ടുണ്ട്. ഇനി പോരാത്ത കുറച്ച് പൊടി ഇത് താളിക്കുന്ന സമയത്ത് ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം ചേർക്കുള്ളൂ. മുളക് പൊടി ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാ ചെമ്മീനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ചിട്ട് കൊടുത്തിട്ട് സവാള വാടിയതിന് ശേഷമാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കട്ട്ലറ്റാണിത്. എന്നിട്ട് ഗരം മസാലയും കുരുമുളക് പൊടി. അപ്പോൾ ആദ്യം ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടത്. ഇത് ഗരം മസാല. അപ്പോൾ പോരാന്ന് തോന്നിയിട്ട് കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല, മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കരുത്. പിന്നെ ഇത്തിരി വേപ്പിലയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വേപ്പില ഇട്ട് അതും കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി മല്ലി ഇലയും കൂടിയിട്ട് ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഏതായാലും ചെമ്മീൻ നമ്മൾ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ചെമ്മീൻ നന്നായിട്ട് മറിച്ച് മൊരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനം മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും മിക്സ് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് വെക്കാം. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിലേക്ക് അത് പിടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ അത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. പിന്നെ ഞാനൊരു പാക്കറ്റ് പാൽ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനിയൊരു കാരമൽ കസ്റ്റേർഡ് കൂടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് 2 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ മാറ്റി വെച്ച്. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ മീനൊക്കെ ഭയങ്കര കുത്ത് ടേസ്റ്റ് വരും. ചെമ്മീൻ്റെ മീനിൻ്റെയൊക്കെ എനിക്കൊട്ടും അത് ഇഷ്ടമല്ല കേട്ടോ. എനിക്കിപ്പോൾ ബീഫാണെങ്കിലും ചിക്കൻ കട്ട്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ചേർക്കുന്നത് തന്നെയാണ് ഇഷ്ടം. എനിക്ക് ബീഫിൻ്റെയും ചിക്കൻ്റെയൊക്കെ കുത്ത് ടേസ്റ്റ്, അതായത് അത് മാത്രമായിട്ടുള്ള ഒരു കട്ട്ലറ്റൊന്നും എനിക്കൊട്ടും ഇഷ്ടമല്ല. പക്ഷെ ചില ആളുകൾക്ക് ഒട്ടും തന്നെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നത് ഇഷ്ടമല്ല. കൂടുതലും ആ മീറ്റായിരിക്കണം ഉണ്ടാകണത് എന്നാഗ്രഹിക്കുന്നവരും ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഇത് എല്ലാവർക്കും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് 2 മാത്രം ചേർത്ത് അത്യാവശ്യം. പക്ഷേ എനിക്ക് മാത്രം വീട്ടിലേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂടുതൽ ചേർക്കോട്ടാ. പിന്നെ റൂബിക്കൊരു ഇത്തിരി മുട്ട ഒന്ന് വേവിച്ച് കൊടുത്താണ്. റൂബിക്ക് ചിക്കനും ഉണ്ട്, ബീഫ് ഉണ്ടായിരുന്നു ഇത്തിരി, എങ്കിലും അത് കുറച്ചായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 മുട്ടയും കൂടി എടുത്ത് വേവിച്ച് റൂബിക്ക് കൊടുത്തതാണ് കേട്ടോ. പിന്നെ കട്ട്ലറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റയന വിളിച്ച്, ഇത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ചെയ്തത് കേട്ടോ. കാരണം ഞാൻ ആ ഒരു മൈദയുടെ മീതിലേക്കാണ് കട്ട്ലറ്റ് എടുത്ത് വെച്ചത്. കാരണം ചെമ്മീൻ കട്ട്ലറ്റൊക്കെ കുറച്ച് ഒരു സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൈദ ഒന്ന് വെതറിയിട്ട് അതിൻ്റെ മീതയിലേക്കാണ് ഞാൻ ആ കട്ട്ലറ്റ് വെച്ചത്. ഇങ്ങനെ അതിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ നമ്മൾ മൈദയിൽ മുക്കി തന്നെയാണ് ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൈദ അതിലിരുന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ എഗ്ഗ് വൈറ്റായിട്ട് മാത്രം ഇട്ട് എഗ്ഗ് യോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റ് പൊരിക്കുമ്പോൾ ഭയങ്കര പതയായിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. കട്ട്ലറ്റ് എത്ര ഇങ്ങനെ ഡാർക്ക് കളർ എന്തോരം ആയി അത് കറക്റ്റ് ആയാന്നൊക്കെ അറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോവും കാണാൻ പറ്റാതെ. അതുകൊണ്ട് ഈ എഗ്ഗ് മഞ്ഞ ഇട്ടിട്ട് ഒരിക്കലും ഇങ്ങനെ കട്ട്ലറ്റ് മുക്കരുത്. ഇപ്പോൾ ഏതായാലും ഞാൻ എഗ്ഗ് എടുക്കാഞ്ഞിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗ് വൈറ്റിൽ മുക്ക് പൊരിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എപ്പോഴും മൈദ തന്നെ എടുക്കണം. അപ്പോൾ എനിക്ക് ഡബിൾ കോട്ട് ചെയ്യാനും പറ്റും. എഗ്ഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 മുട്ടയുടെ എഗ്ഗ് വൈറ്റ് വേണം 2 ഇത് കോട്ട് ചെയ്യണമെങ്കിൽ. മൈദ ചെയ്യുമ്പോൾ വലിയ ചിലവില്ലാതെ 2 കോട്ട് ചെയ്തെടുക്കും. ഇപ്പം ഞാൻ 2 കോട്ടാണ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നല്ലൊരു കട്ടിയുള്ളൊരു കോട്ടിങ് കിട്ടും. നല്ല ടേസ്റ്റുമാണ്, കാണാനും ഭംഗിയായിരിക്കുള്ളൂ കട്ട്ലറ്റ് 2 കോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി അടുത്തത് അത് ഫ്രിഡ്ജിലേക്ക് പിടിച്ച് വെച്ചതിന് ശേഷം കാരമൽ കസ്റ്റേർഡ് ഉണ്ടാക്കണതാണ്. അപ്പോൾ കാരമൽ കസ്റ്റേർഡിന് ഒരു പാക്കറ്റ് പാല് എടുത്തിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് മാറ്റിയിട്ട് അതിനകത്ത് 4 ടേബിൾ സ്പൂൺ പൊടിയും പിന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് അത് കാച്ചി കുറുക്കി അതിനകത്ത് നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇനി സൺഡേ ഉള്ള കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി പിന്നെ പണികൾ തീർന്ന് പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഇപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് റോജറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് 9:30 കുർബാനക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. പപ്പയുടെ കൂടെ 6:30 മണിയുടെ കുർബാനക്ക് പോകാൻ ഒരുങ്ങണി കാണുന്നത്. സാധാരണ പപ്പ വൈകിട്ടത്തെ മാസത്തിനാണല്ലോ പോണത്. പക്ഷേ ഇന്നിപ്പോൾ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പപ്പക്ക് പോകാൻ പറ്റില്ലെന്നറിയാം. അതുകൊണ്ട് രാവിലെ ഇറങ്ങണേണ്. അങ്ങനെ കൂടെ ഞാനും പോയി പള്ളിയിൽ പോയിട്ടൊക്കെ തിരിച്ച് വന്ന്
അങ്ങനെ ബ്ലിങ്കിറ്റിൻ്റെ ഒരു ഓർഡർ കുറേ ദിവസം കൂടിയിട്ട് ഇന്നാണ് ചെയ്തത്. കാരണം റോജർ പോയതിന് ശേഷം പിന്നെ നമ്മൾ ബ്ലിങ്കിറ്റിൽ നിന്ന് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. കാരണം എപ്പോഴും നമുക്ക് പാല് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്യണത്. പക്ഷേ ഇനിയിപ്പോൾ റോജർ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ പാലിൻ്റെ ആവശ്യമില്ല, നമ്മൾ കട്ടൻ ചായയെ കുടിക്കുകയുള്ളൂ. അങ്ങനെ പാലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയും നമ്മൾ ഇനി ബ്ലിങ്കിറ്റിൻ്റെ ഓർഡർ ചെയ്യാൻ സാധ്യതയില്ല. വല്ലപ്പോഴും ഒന്ന് ചെയ്താലായി. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്തിരി സാധനങ്ങൾ മേടിക്കാനുള്ളതുകൊണ്ട് ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ചാണ്. ഈ കൊക്കക്കോളയൊക്കെ ബ്ലിങ്കിറ്റിലുണ്ട്. അപ്പോൾ ഈ കൊക്കക്കോളയാണ് മെയിനായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ള കുറച്ച് സാധനങ്ങളും കൂടി മേടിച്ചത്. നാരങ്ങച്ചാറ് മേടിച്ച്, ഒരിത്തിരി അപ്പളം, ഒരു വലിയ പാക്കറ്റ് തന്നെ അപ്പളം മേടിച്ചിട്ടുണ്ട്. അത് 200 ഗ്രാം ഏതാണ്ടാണ്. പിന്നെ ഇത്തിരി കശുവണ്ടി ബ്രോക്കൺ കാഷ്യൂനട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അത് മറന്നുപോയി പപ്പയുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു വിടാൻ. പിന്നെ പപ്പനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി മീൻ നോക്കുന്നു പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. ചേട്ടന് മീൻ ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും കൊള്ളാവുന്ന മീനുണ്ടെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. കിട്ടുമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പപ്പ പോയിട്ടുണ്ട് സൺഡേ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ചിലവർ ബീഫൊന്നും കഴിക്കാതെ മീൻ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മീനൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ വലക്കയിൽ പോയി, അതായത് കമാലക്കടവിൽ ഫ്രഷ് ആയിട്ടുള്ള അപ്പം പിടിച്ച മീൻ മേടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പപ്പയ്ക്ക് കുറച്ച് കണമ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ മീൻ ചോറും കറിയാക്കാൻ പറ്റൂല. പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ഇഷ്ടമുള്ളതുകൊണ്ട് ബിരിയാണിയുടെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ മീൻ ഫ്രൈ ചെയ്തതൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ പിന്നെ നമ്മൾ ബിരിയാണിയുടെ ഇതല്ലേ, അപ്പോൾ അതിന് വേറെ ഒന്നും ചെയ്യാനില്ല, മീൻ കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കണമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അധികം വലുതുമല്ല അധികം ചെറുതുമല്ലാത്ത ടൈപ്പാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കഴിക്കാനാണ് ഈ ഉണ്ടാക്കുന്നത്. റയന് വേണ്ട, റയന് ഇതൊന്നും കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം കുറച്ച് മൈദ കലക്കി ദോശ ഉണ്ടാക്കണം. പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈദ കലക്കി ദോശ. അതുകൊണ്ട് ഞാൻ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കുറച്ച് പഴയ ബീഫ് കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മീൻ കിട്ടിയപ്പോഴത്തേക്കും പപ്പ പറയാം അത് 1 കിലോ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ 1 കിലോ ഉണ്ടാകും വഴിയില്ല, തൂക്കി നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഒരു 700 പോലും ഇല്ല. അങ്ങനെ എങ്കിലും കുഴപ്പമില്ല, അധികം വില ഉണ്ടായിരുന്നില്ല. 300 രൂപയ്ക്ക് അത് കിട്ടിയത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുണികൾ വിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇന്നും കുറച്ച് അലക്കുണ്ട്. അപ്പോൾ തുണികളൊക്കെ ഒന്ന് വിരിച്ച്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റിച്ചാർഡ് വിളിച്ച് അത് ഇട്ടിട്ട് പകുതി ഇട്ടിട്ട് പോയി. പിന്നെ വന്നിട്ടാണ് ബാക്കി വിരിച്ചത്. അപ്പോൾ റൂബിക്ക് കൊടുക്കാനുള്ള ചിക്കൻ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തണുപ്പ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഇത്തിരി മഞ്ഞളിട്ട് അതും വേവിക്കാനായിട്ട് വെച്ച്. ഇനി നമുക്ക് ബിരിയാണിയുടെ കറിയെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വേവിക്കാനും അരി വേവിക്കാനും ഒക്കെ തുടങ്ങണം. അപ്പോൾ കുക്കറിൽ പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോറാണ് വെക്കുന്നത്. പപ്പ ചോറാണ് കഴിക്കുന്നത്. പപ്പക്കുള്ള കറികളുണ്ട് ഇവിടെ. പിന്നെ ഈ മീൻ ഫ്രൈ ചെയ്തതും ഇത് ചെമ്മീൻ കട്ട്ലറ്റ് അതൊക്കെ കൂട്ടിയിട്ട് പപ്പയ്ക്ക് കഴിക്കാം. പപ്പ ചിക്കൻ ബിരിയാണി കഴിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി ആയിരുന്നില്ല, കഴിഞ്ഞ ദിവസവും ഒക്കെ ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി. അതുകൊണ്ട് പിന്നെ പപ്പയ്ക്ക് ഇനി ബിരിയാണിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ എഗ് ബോയിലർ ഇപ്പോൾ എവിടെ നോക്കിയാലും അകാരോയാണ് അല്ലേ. പക്ഷേ എല്ലാം കൊള്ളാം, എല്ലാം നല്ല യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെക്കണതല്ല, നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്, അത് കാണിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് വെക്കണം. അപ്പോൾ അതിൽ ആ ഹോളിട്ട ഭാഗം മുകളിലാക്കിയിട്ടാണ് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 8 മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നടുക്കുള്ള മുട്ട എന്തോ തൊണ്ട് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വെക്കുന്ന സമയത്ത് പൊട്ടിയ മുട്ട വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരിത് മാത്രം. ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോൾ പൊട്ടിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളമൊക്കെ കയറി ആകെ നാശമായി പോയില്ലേ. ഇത് അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഒരിത്തിരി വന്നിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് ഏറ്റവും അവസാന ഭാഗത്താണ് നമ്മൾ മല്ലിയിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ റൈസാണ് അതിൻ്റെ മീതിലേക്ക് ഇടാനുള്ളത്. പക്ഷേ റൈസായി വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ കൂടുതൽ വെന്തലിഞ്ഞ് പോകാതിരിക്കാൻ അത് ഓഫ് ചെയ്തിട്ട് മല്ലിയിലേക്ക് ഇട്ടതിന് ശേഷം ഓഫ് ചെയ്തിട്ട് പിന്നെയാണ് അരിയൊക്കെ ഇട്ടത്. കാരണം കുറേ ജോലികളുണ്ടായിരുന്നു കാലത്ത്. അതുകൊണ്ട് ഓരോന്നോരോന്നേ ഞാൻ തന്നെ ഇങ്ങനെ ഒരാൾ തന്നെയല്ലേ ചെയ്യണത്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി നേരം കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ടാണ് ചിക്കൻ ഞാൻ ഓഫ് ചെയ്തിട്ടത്, കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ റൈസ് ആകുന്ന സമയം കൊണ്ട് സാലഡ് ഒന്ന് കട്ട് ചെയ്ത്, അപ്പോൾ വെള്ളരിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും സവാളയും ഒരിത്തിരി 2 പീസ് ക്യാരറ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ടിട്ട്
തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ച്. അപ്പോൾ ഒരുപാട് ഇത് അതായത് തൈരിട്ടിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതെ അതവിടെ മൂടി വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് അത് കറക്റ്റ് പരുവത്തിനാകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് വെള്ളം ആയിട്ട് വരും. അപ്പോൾ അത് റൈസ് എല്ലാം ഇട്ട് കൂടുതൽ റൈസ് ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും വേണമല്ല. അപ്പോൾ റൈസ് കൂടുതൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത്രയും നിറച്ച് ഞാൻ ഇടാറില്ല സാധാരണ. ഇത്തിരി പൈനാപ്പിൾ എസൻസും റോസ് വാട്ടറും കൂടിയിട്ട് ഒന്ന് തളിച്ചിടും. റോസ് വാട്ടർക്ക് അധികം ഇപ്പോൾ വരുത്, വളരെ കുറച്ച് മാത്രം. പിന്നെ സാധാരണയിലും കൂടുതൽ ഇത്തിരി നെയ്യ് ഞാൻ ഇട്ട്, കാരണം ഇവർക്കൊക്കെ ഇത്തിരി നെയ്യ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. നമ്മളുടെ വീട്ടിൽ കുട്ടികൾക്ക് അധികം നെയ്യ് ഇഷ്ടമല്ല, ഒരു 2-3 സ്പൂൺ നെയ്യേ ഇടുള്ളൂ. അപ്പോൾ ഇത് ഇത്തിരി കൂടുതൽ നെയ്യാണ് ഇടുന്നത്. പിന്നെ റൈസും കൂടുതലുണ്ടല്ലോ. പിന്നെ നമ്മളുടെ കറിക്കാണെന്നുണ്ടെങ്കിലും അധികം എണ്ണയില്ല. അപ്പോൾ എല്ലാം കൂടി ചേർത്താണ് മീതയിൽ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ തലേദിവസം എടുത്ത് വെച്ച സവാള വറുത്തത് ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് അത് ദം ചെയ്യാനായിട്ട് വെച്ച്. അപ്പോൾ വലിയൊരു പണി തീർന്നു. സംഭവം ഞങ്ങൾ എല്ലാ ജോലികളും തീർത്ത് ഇവരെ കാത്തിരുന്നിട്ടും ഇവർ വരണില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പറഞ്ഞത് അവർ 1.5 മണിക്കൂറോളം ജെട്ടിയിൽ, അതായത് അവർ പറഞ്ഞത് വൈപ്പ് വഴിയാണ്, വൈപ്പിലെ ജെട്ടിയിൽ 1.5 മണിക്കൂറോളമായിട്ട് കിടക്കണേണ്. ഇങ്ങോട്ടേക്ക് റോറോ കിട്ടുന്നില്ല. അപ്പോൾ 2 റോറോ ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണം മാത്രമേ ഓടുന്നുള്ളൂ. അപ്പോൾ ഒരു റോറോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഒരുപാട് താമസിക്കുന്നു എല്ലാ വണ്ടിയും കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 റോറോ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. അങ്ങനെ അവർ ഒത്തിരി നേരം അവിടെ കിടന്ന് പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണേണ്, ഇപ്പോഴൊന്നും അപ്പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞ് വണ്ടി അവിടെ ഇട്ടിട്ട് നിങ്ങൾ ബോട്ടിൽ റോറോയിൽ നടന്ന് കയറിയിട്ട് ഇപ്പുറത്തേക്ക് വരിക, എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർക്ക് അവിടെ വണ്ടി ഇട്ടിട്ട് പോരാൻ വിഷമം. ആരെങ്കിലും അതിൽ സ്ക്രാച്ച് ചെയ്താലോ അങ്ങനെയൊക്കെ നമുക്കും ഉണ്ടാവുമല്ലോ ഒരു വിഷമം. അങ്ങനെ അവരവിടെ കിടന്ന് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് 2:30 മണിയായി അവർ ഇപ്പുറത്ത് കടന്നപ്പോൾ. അപ്പം നമ്മളിത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ അങ്ങനെ ചുമ്മാ വെയിറ്റ് ചെയ്തിരിക്കണേണ്. അപ്പോൾ ഇത്തിരി നേരം സംസാരിച്ചിരിക്കാനുള്ള നേരം നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് വേണം പറയാനായിട്ട്. 8 മാസം കഴിഞ്ഞിട്ടാണ് ചേച്ചിക്ക് ഇങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ. അത് കഴിഞ്ഞ് പിന്നെ അവർ ഇവിടെ വരുന്നത് ഇപ്പോഴാണ്. അങ്ങനെ കട്ട്ലറ്റ് എല്ലാം ഫ്രൈ ആക്കി എടുത്തു. അപ്പോൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കട്ട്ലറ്റ് നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അനക്കരുത്, അതിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊക്കെ തൊട്ട് പോയാൽ അത് പൊടിഞ്ഞു പോകും. പിന്നെ എണ്ണയൊക്കെ ഇങ്ങനെ കയറി അത് ഫ്രൈ ആകാതെ ഇങ്ങനെ കുതിർന്നിങ്ങനെ കിടക്കും. എണ്ണ പിഴിഞ്ഞെടുക്കാൻ പറ്റിയ രീതിക്കൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ കട്ട്ലറ്റ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ആ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ട് മാത്രം സ്പൂൺ വെച്ച് തൊട്ടാൽ മതി. കുറേ ആളുകൾക്ക് പറ്റുന്നതാണത്, എനിക്കും പണ്ട് പറ്റിയിട്ടുണ്ട്. അത് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പോലെ ആളുകൾ, അത്രയും പ്രായമൊക്കെയുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ന്യൂജൻ കുട്ടികൾക്ക് അത് വലിയ പിടുത്തമുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ്. പിന്നെ അതേ എണ്ണയിൽ തന്നെ പപ്പടവും അപ്പളവും രണ്ടും വറുത്തിട്ടുണ്ടായിരുന്നു. പപ്പടം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അപ്പളം മേടിച്ചത്. എന്ന് വെച്ചാൽ പപ്പടം ഉണ്ടായിരുന്നില്ല, ബ്ലിങ്കിറ്റിൽ അങ്ങനെ പപ്പടം കാണാറില്ല, അപ്പളവും ഉള്ളത്. അപ്പോൾ അപ്പളവും എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് അപ്പളം മേടിച്ചത് കേട്ടോ. അതിനകത്ത് നിന്നൊരു 5-6 അപ്പളമൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയതുമാണ്. അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ മൂടി വെച്ചേക്കുന്നതാണ്. കാരണം താനെ അവർ എടുത്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇവർ വളരെ കുറച്ച് ഫുഡ് കഴിക്കുന്നവരാണ്, 3 പേരും വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വിളമ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു കണക്കിനാണ് അവർ കഴിക്കണത്. അയ്യോ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും തന്നെ ബുഫേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും കേക്കും വൈനും കൊടുക്കണം. അതിനുള്ള വൈനും കേക്കും എല്ലാം എടുത്തു വെച്ച് പിന്നെ കൊക്കക്കോളയുടെ തണുപ്പ് ഇത്തിരി മാറട്ടെ എന്ന് വിചാരിച്ചാൽ അതും എടുത്ത് പുറത്ത് വെച്ച്. പക്ഷേ തണുപ്പും മാറി കൊക്കക്കോള ചൂടായിട്ടും അവരെത്തിയില്ലെന്നുള്ളതാണ് സത്യം. അങ്ങനെ തിരിച്ച് കൊക്കക്കോള എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ടി വന്നു. റൂബി കണ്ട തളർന്ന് അവശയായി കിടന്നുറങ്ങണേണ് അവരെ കാത്തിരുന്ന്. കാരണം ഗേറ്റ് ഇങ്ങനെ എന്ന് വെച്ചാൽ അവർക്ക് കാറ് കയറ്റണ്ടേ. അപ്പോൾ റൂബി ഓടിപ്പോകാതിരിക്കാൻ ഫ്രണ്ട് ഡോർ നമ്മൾ പൂട്ടിയിട്ടേക്കണേണ്. അപ്പോൾ അതുകൊണ്ട് റൂബിക്ക് പുറത്തോട്ടും പോകാൻ പറ്റണില്ല. അങ്ങനെ റൂബി തളർന്ന് അവിടെ കിടന്നുറങ്ങണേണ് കേട്ടോ. പപ്പ പുറത്തുണ്ട്, പപ്പ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. പപ്പ ഒരു 1 മണിക്കൂറോളമൊക്കെ നിന്നിട്ടാണ് അകത്തേക്ക് കയറി ഇപ്പോൾ വരുമോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറേ അധികം നേരം കഴിഞ്ഞാണ് അവരിതേ എത്തിയത്. 2:30 മണി കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നപ്പോൾ.
അപ്പോൾ ചേട്ടനൊക്കെ കറക്റ്റ് 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. 2:30 കഴിഞ്ഞിട്ടും ഇവർക്ക് പോരാൻ ആ സമയത്തല്ലേ ഇത് റോറോ കിട്ടിയേക്കണം. അതുകൊണ്ട് തന്നെ വൈപ്പിൻകരയിൽ നിന്ന് ആ ബേക്കറിയൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് എന്താ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവർ കാറിലിരുന്നിട്ട് കഴിച്ചെന്ന് പറഞ്ഞു. വെള്ളമൊക്കെ മേടിച്ച് ആകെ അവശതയായി ഇവർ കാറിലിരുന്നിരുന്നത്. കാറിൽ AC ഇട്ടിട്ടായിരിക്കണത്, എങ്കിൽ തന്നെയും വിശക്കാനും ദാഹിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ അല്പാശ്വാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവരിവിടെ എത്തിയത്. പിന്നെ കേക്കും വൈനും മാത്രമേ കഴിച്ചുള്ളൂ. ഇനി വേറെ ഒന്നും എടുക്കണ്ട, നേരെ ഭക്ഷണത്തിലേക്ക് വന്നു. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട്. ഇനി ബിരിയാണി മാത്രം ഓപ്പൺ ചെയ്തത്. ബിരിയാണി ആണെങ്കിലും തണുത്തന്നെ ഇരുന്നിട്ട്, ഒത്തിരി നേരം വൈകിയല്ല. അങ്ങനെ അത്യാവശ്യം ചൂടേ ഉള്ളു. പിന്നെ ഇനി ചൂടാക്കാനൊന്നും നിന്നില്ല. ആ ഒരു ചെറിയ ചൂടിൽ തന്നെ എടുത്ത് റൈസ് എല്ലാം ഞാൻ മാറ്റി വലിയ പാത്രത്തിലാക്കി. എനിക്ക് ആ പാത്രം വലിയ ഇഷ്ടമായിട്ടാണ്. അതിനകത്ത് ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റി കൊള്ളും. അപ്പോൾ റൈസ് എല്ലാം അതിനകത്ത് വെച്ച് കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടതെടുത്ത് കഴിച്ചോ, ഞാൻ വിളമ്പി തരൂല എന്നും പറഞ്ഞിട്ട് അവിടെ വെച്ച് അങ്ങനെ അവർക്ക് വേണ്ടത് അവർ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ജിത്തൊക്കെ കഴിക്കണുണ്ടായി. എത്ര കുറച്ചാണ് കഴിക്കണമെന്നറിയോ. അത് എത്ര ഇഷ്ടപ്പെട്ട ഫുഡാണെന്നുണ്ടെങ്കിലും ലിമിറ്റഡേ കഴിക്കുള്ളൂ. ആ ചേട്ടനൊക്കെ ഒട്ടും തന്നെ കഴിക്കാത്ത ആൾക്കാരാണ്, വളരെ ലിമിറ്റഡായിട്ട് കഴിക്കണേ. ഇത്തിരി കൂടുതൽ കഴിക്കണ ചേച്ചിയാണ്. ചേച്ചിക്ക് ഇപ്പോൾ പ്രായമൊക്കെ സ്ഥിതിക്ക് ചേച്ചിയും അധികമൊന്നും കഴിക്കണില്ല. അങ്ങനത്തെ അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാരമൽ കസ്റ്റേർഡ് എടുത്തത്. അപ്പോൾ ഈ കാരമൽ ഇങ്ങനെ കറുത്തിരിക്കുന്ന കാര്യം നമ്മൾ മേടിച്ച കാരമലാണ് ഇട്ടത്. അത് ഭയങ്കര ഇങ്ങനെ ഡാർക്ക് കളറും കയ്പും ഉണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. ഇത് കാരമലിടാതെ അതിൻ്റെ മീതലത്തെ ആ ഒരു ഇത് മാത്രം ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ സിറപ്പ് കൂടിയിട്ട് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. നമ്മൾ കാരമലൈസ് ചെയ്ത ആ ഒരു സിറപ്പാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് സിറപ്പൊന്നും ഞാൻ ഒഴിച്ചില്ല, ഇത് മാത്രം അങ്ങോട്ട് വെച്ച് കൊടുത്ത്. അത് കുഴപ്പമില്ല. പക്ഷേ ആ കാരമലിൻ്റെ അതിട്ട് കഴിഞ്ഞാൽ കയ്പ്പാണ് കേട്ടോ. അങ്ങനെ അതുമൊക്കെ കൊടുത്ത് ഇന്നത്തെ ആ ഒരു ലഞ്ച് നമ്മളെല്ലാവരും കൂടി തന്നെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടൊരു 4-4:30 മണിയായപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഇത് ബ്രദറും വൈഫും ഇല്ലെന്നുള്ളത് അറിയാം. കാരണം അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അവരങ്ങോട്ട് പോയേക്കണേണ്. അപ്പം ബ്രദറിൻ്റെ മോനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചായ കുടിക്കാനൊന്നും ചായ ഇടാനൊന്നും നമുക്ക് പറ്റുമൊന്നുമില്ല. അപ്പോൾ പിന്നെ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആകും. കാരണം എല്ലായിടത്തും ബ്ലോക്കാണ്. പെട്ടെന്നൊന്നും തിരിച്ച് വരാൻ പറ്റില്ല. എല്ലാ വഴി നിറയെ ബ്ലോക്കാണ്. ഇപ്പം ഞങ്ങൾ പോയപ്പോഴത്തേക്കുമാണെങ്കിലും ഭയങ്കര ബ്ലോക്കാണ് എല്ലാ സ്ഥലത്തും. ഒന്നാമത് സൺഡേയും പിന്നെ എന്തൊക്കെയോ ആഘോഷങ്ങളാണ്, പെരുന്നാളുകൾ ഓരോ സ്ഥലങ്ങളിൽ. അപ്പോൾ എല്ലാ വഴിയും തിരക്കാണ്. അപ്പം ഞങ്ങളേതായാലും അവർ വരാൻ വെയിറ്റ് ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ അമ്മേനെ കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകണേ കേട്ടോ. അപ്പം ഞാൻ മാത്രമേ ഇവരെ കൂടി പോകുന്നുള്ളൂ കേട്ടോ. പപ്പയും റയനും വരണില്ല. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന്, അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള ഒരു കമേഴ്ഷ്യൽ ഏരിയയിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പോൾ ഈ വീട് ഒരു 45 വർഷത്തിന് മുന്നേ വെച്ചതാണ്. അതായത് എനിക്കൊരു 45 എനിക്കൊരു 10 വയസ്സുള്ള സമയത്തൊക്കെ വെച്ച വീടാണ്. അതിന് മുൻപ് വേറൊരു വീടായിരുന്നു. ആ വീട്ടിലാണ് നമ്മൾ ജനിച്ച് വളർന്നിക്കണത്. അതിനുശേഷം എനിക്കൊരു 10 വയസ്സായത് മുതൽ ഈ ഒരു വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഫിഷിംഗ് ഹാർബറാണ്. അതിൻ്റെ സ്ഥലങ്ങളാണ് കാണുന്നത്. അതിന് മുൻപ് അവിടെ തിങ്ങി നിറഞ്ഞ് ജനങ്ങൾ വീട് വെച്ച് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. അന്ന് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. ഫിഷിംഗ് ഹാർബർ എടുത്ത് അവരെല്ലാവരെയും ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഇതൊരു കമേഴ്ഷ്യൽ ഏരിയയായി മാറിയത്. അപ്പോൾ ഈ വീട് 43 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും അകത്ത് കുറച്ച് റിനോവേഷൻസൊക്കെ നേരത്തെ 2 തവണയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു വീട്ടിൽ നമ്മൾക്ക് എന്തോരം സൗകര്യമുള്ളത്. ഓടിക്കളിക്കാനോ അങ്ങനെയുള്ള ഒരു സൗകര്യമില്ല. പക്ഷേ അപ്പച്ചൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും ഒക്കെ എല്ലാ വെക്കേഷനും ഞങ്ങൾ വീട്ടിലേക്ക് അവരുടെയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകട്ടെ. അവിടെയൊക്കെ ഒരുപാട് പറമ്പുള്ള വില്ലേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അപ്പച്ചൻ്റെ, മരിച്ചിട്ടിപ്പോൾ 15 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചൻ്റെ പേര് കല്ലൂർ തോമസ് ജോർജ് കേട്ടോ. കല്ലൂർ എന്നാണ് ഞങ്ങളുടെ വീട്ടുപേര്. അപ്പോൾ കല്ലൂർ തോമസ് ജോർജ് എന്നാണ് അപ്പച്ചൻ്റെ പേര്. അപ്പം ഞാൻ പണ്ട് പറയൂലേ, ഞങ്ങൾ കാലിൽ മണ്ണ് പിരളാത്ത കുട്ടികളെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ സാഹചര്യത്തിലാണ് വളർന്നത്. അതുകൊണ്ടാണ് കാലിൽ മണ്ണ് പിരളാത്ത കുട്ടികളെന്നുള്ള ആ ഒരു പേര് ഞങ്ങൾക്ക് കിട്ടിയത്.
അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അമ്മയുടെ സങ്കടവും ഞങ്ങളുടെ സങ്കടവും ഭയങ്കര സങ്കടമാണ്. കണ്ടിട്ട് പോരുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഒരു വിഷമമാണ്. പിന്നെ പണ്ടൊക്കെ അമ്മ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിലൊക്കെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുമായിരുന്നു, വന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാറേ ഇല്ല, വീട്ടിൽ തന്നെയാണ്, ഒരു സ്ഥലത്തും പോകാറില്ല. അപ്പോൾ അങ്ങനെ യാത്ര പറയുന്ന ഒരു സങ്കട അവസ്ഥയാണിപ്പോൾ കാണുന്നത്. വലിയ സങ്കടമാണ് നമ്മൾക്കത് കാണുമ്പോൾ. അപ്പോൾ വീടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിതേ വണ്ടി കയറി. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്. ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ മുകളിലേക്ക് 2 നിലകളുള്ള ഒരു 3 സ്റ്റോറി ബിൽഡിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതേ പോകാനായിട്ട് കാറ് എടുക്കാൻ നിവർത്തിയില്ലാത്ത അത്ര തിരക്കാണ് കേട്ടോ. ഒരു കണക്കിന് അവിടെ നിന്ന് കാറൊക്കെ എടുത്ത് ഇതിപ്പോൾ നമ്മളുടെ വഴിയിലേക്ക് വന്നേക്കണേണ്, നമ്മളുടെ വീടിൻ്റെ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് വന്നേക്കണേണ്. അപ്പോൾ ദേ പള്ളിയിലെ പെരുന്നാൾ പോണ്, ഒരുപാട് പ്രദക്ഷിണങ്ങൾ, അങ്ങനെ കുറേ തിരക്കായിട്ട് ഏകദേശം 1 മണിക്കൂർ കൂടുതലായി. ഞങ്ങൾ 5 മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. അവിടെ നിന്ന് 1 മണിക്കൂർ കൊണ്ടാണ് തിരിച്ചെത്തിയതെന്ന് വേണം പറയാൻ. അത്ര തിരക്കാണ്. വാഹനങ്ങളൊക്കെ കിടന്നെടുത്ത് കിടക്കണേണ്. പിന്നെ കുറച്ചൊന്ന് നീങ്ങും, വീണ്ടും കിടക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം നമ്മുടെ റൂബി കൊച്ച് ഇവിടെ ഉറക്കം ആണ്. അതിൻ്റെ കൂർക്കം വലി നിങ്ങളിതിൻ്റെ ഇടയിൽ കൂടി കേൾക്കുന്നുണ്ട്. പിന്നെ ചേച്ചിയൊക്കെ ഒന്നും പുറത്തിറങ്ങിയില്ല, നേരെ എന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവർ കാർ ഓടിച്ച് നേരെ പോവുകയാണ് ചെയ്തത് കേട്ടോ. കാരണം അവർക്ക് റോറോ പിടിച്ച് വേണം പോകാനായിട്ട്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞ് അപ്പോൾ എനിക്കൊരു പാഴ്സൽ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തൊരു ഡ്രസ്സാണ്, പക്ഷേ ഇതിന് ലെങ്ത് ഒട്ടും തന്നെ ഇല്ല. എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതുപോലെ സ്ട്രൈപ്സ് ഇല്ലേ, അത് പോലെ തന്നെ ഉള്ളതാണ്. ആ സെയിം ഡ്രസ്സ് തന്നെയായിരുന്നു, പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലും വേറെ ഇതാണ്, ലെങ്ത്തും ഇല്ല, പാറ്റേൺ ഒന്നും തന്നെ. ലെങ്ത് ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. എത്രയോ 300 സംതിങ് ആണ് അതിൻ്റെ വിലയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടായിരുന്നു ചേച്ചി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തൊന്ന് തുറന്ന് നോക്കിയത് കേട്ടോ. കാരണം നമുക്ക് നേരുണ്ടായിരുന്നില്ല നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നു കഴിഞ്ഞ് അതൊക്കെ ഒന്ന് തുറന്ന് നോക്കി എല്ലാം എടുത്തൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ 3 ആളും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇന്നത്തെ ദിവസം തീർന്ന് ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്